അമേരിക്കയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് പുതിയ മുന്നറിയിപ്പ്. രഹസ്യായുധം തങ്ങൾ വികസിപ്പിച്ചെന്നും ഉടൻ വിന്യസിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ അത്യാധുനിക ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തൽ പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായി തുടരുന്നതിനിടയിൽ അമേരിക്കയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നും പുതിയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ശത്രുക്കൾക്ക് ഹൃദയാഘാതം വരെ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു രഹസ്യ ആയുധം തങ്ങൾ വികസിപ്പിച്ചെന്നും അത് ഉടൻ തന്നെ വിന്യസിക്കാൻ പോവുകയാണെന്നുമാണ് ഇറാൻ നേവി കമാൻഡർ ഷെഹ്റാം ഇറാനി പ്രസ്താവിച്ചത്. ഇറാന്റെ അത്യാധുനിക ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയുമാണ്. ഇറാന്റെ ആയുധ ശേഖരത്തിലെ ഏറ്റവും കരുത്തുറ്റതും അപകടകാരിയുമായ ഫത്ത-2 ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ചാണ് ഈ സൂചനകളെന്നാണ് സൈനിക നിരീക്ഷകരും വിലയിരുത്തുന്നത്. ശബ്ദത്തേക്കാൾ 15 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈലുകൾക്ക് നിലവിലുള്ള ഇരു പ്രതിരോധ സംവിധാനത്തെയും വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. അമേരിക്കയുടെ വൻകിട വിമാനവാഹിനി കപ്പലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ഈ ആയുധത്തിന് കഴിയുമെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇസ്രയേലിന്റെ വിഖ്യാതമായ അയൺ ഡോം, ആരോ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടന്ന് മിസൈലുകൾ അയക്കാൻ ഇറാന് സാധിക്കുമെന്നത് മേഖലയിൽ വലിയൊരു ഭീഷണി തന്നെ ഉയർത്തുകയാണ്. പ്രത്യേകിച്ചും 2026 നടന്ന സൈനിക നീക്കങ്ങൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം നടത്തിയതായ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ തങ്ങളുടെ പ്രതിരോധം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനാണെന്നും അവർ പറയുന്നുണ്ട്. ആയുധ പരീക്ഷണങ്ങൾക്കൊപ്പം തന്നെ ആഗോള ഇന്ധന വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ നിയന്ത്രണവും കടുപ്പിക്കുകയാണ്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രകൾക്ക് ഇറാന്റെ അനുമതി നിർബന്ധമാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുമെന്നും ഇറാന് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ നീക്കങ്ങളെ കടൽ കൊള്ള എന്ന് തന്നെയാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.